അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പത്രോസിന് സുബേദം വന്നിട്ട് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനങ്ങളുടെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണ് പത്രോസ്. അപ്പോൾ ഒരിക്കൽ ഹെരോദ് രാജാവ് തൻ്റെ യേശു സ്വർഗ്ഗാരോഹണം പറയുമ്പോൾ പത്രോസ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് സുവിശേഷം പറയുവാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഇവർ ശക്തമായിട്ട് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹെരോദാവ് പത്രോസിനെ പിടിച്ച് ജയിലിലടച്ചു. അപ്പോൾ ജയിലിലടച്ചപ്പോൾ സഭ പത്രോസിന് വേണ്ടി ഒന്നടങ്കം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവം ഈ പ്രാർത്ഥന കേട്ട് തൻ്റെ ദൂതനെ അയച്ചു. അപ്പോൾ ഈ ഹെരോദാവ് പത്രോസിനെ കൊല്ലണമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു ദിവസത്തേക്ക് മുമ്പേ രാത്രി ദൈവദൂതൻ ആ ജയിലിൽ ഇറങ്ങിയിട്ട് 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും എല്ലാം കഴിഞ്ഞ് പത്രോസിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് തെരുവീതിയിൽ വിട്ടു. അപ്പോൾ ആദ്യം പത്രോസ് വിചാരിച്ചത് താനൊരു സ്വപ്നം കാണുന്നു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് നടക്കുന്നു എന്ന് പത്രോസിന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബാധയിൽ വെളിയിൽ വന്നതിന് ശേഷം തനിക്ക് സുബോധം വന്നു. അപ്പോൾ കർത്താവ് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനങ്ങളുടെ കരങ്ങളിൽ നിന്നും തന്നെ വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നും സുവിശേഷത്തിന് നിമിത്തം നോർത്ത് ഇന്ത്യയിലൊക്കെ ജയിൽ കഴിയുന്ന ദൈവദാസന്മാരും കുടുംബവും ഉണ്ട്. നാം അവർക്ക് വേണ്ടി സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചതുപോലെ നാം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ കാവലിന് തുല്യമായിട്ടുള്ള കഷ്ടങ്ങളിൽപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരെ അതിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രിയ ദൈവമക്കൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും അത് വൃഥാവായി പോകുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്ന് വചനം പറയുന്നു. കർത്താവ് അവിടെ നിന്ന് ആ ഒരു കഷ്ടതയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ജയിലിൽ നിന്ന് ഇവരെ വിമോചനമാക്കി അവരുടെ ഒരു സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് ജീവിക്കുവാൻ തക്ക രീതിയിൽ കൊണ്ടുവന്ന് നിർത്തുവാൻ ദൈവം ശക്തനെന്ന് നാം വിശ്വസിച്ചുകൊണ്ട് ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയം കർത്താവ് സുവിശേഷത്തിൻ്റെ നിമിത്തം ജയിലിലായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തുല്യ കഷ്ടതയോടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെന്ന ജയിലറകൾക്കുള്ള കർത്താവെ കഷ്ടപ്പെടുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ കർത്താവെ ഒരു ദൂതനെ അയച്ച് പത്രോസിനൊന്ന് വിടുവിച്ചതുപോലെ ഇവരെയും സകല കാവലിൽ നിന്നും വരെ വിടുവിച്ച് സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ച് കർത്താവെ സന്തോഷം അനുഭവിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.